ഹലോ, ഇന്ന് പെട്ടെന്നുണ്ടായൊരു റൂം മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. അതായത് കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ റൂം മേക്ക് ഓവർ. പക്ഷെ അതിന് ഇങ്ങനെ ഡിലേ വരാനുള്ളൊരു കാരണം പെയിൻ്റ് അടിക്കാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. അതായത് എൻ്റെ അച്ഛനായിരുന്നു എനിക്ക് റൂം പെയിൻ്റ് അടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വൈകി ഡിലേ ആയി പോയതാണ്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്ന് അച്ഛൻ പറഞ്ഞു ഇന്ന് പെയിൻ്റ് അടിക്കാന്ന്. അപ്പോൾ ഒട്ടും പ്ലാനിങ് ഇല്ലാതെയാണ് ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ബേജ്, ക്രീം കളർ, ഓഫ് വൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു കളറാണ് പെയിൻ്റ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ കുറേ പേര് റൂം ടൂറൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ അത് കാണിക്കാത്തതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിക്കാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് ലാസ്റ്റായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡസ്റ്റൊക്കെ വന്നിരുന്ന് ആകെ വൃത്തികേടായി കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായത്. അല്ലെങ്കിൽ ഞാൻ ഒരു ഡെസ്ക് ഏരിയേൻ്റെ അടുത്തുനിന്ന് മാത്രമായിരുന്നു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യേണ്ടായിരുന്നത്. ഞാൻ കാര്യമായിട്ട് തന്നെ ഒരു റൂം മേക്ക് ഓവർ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അതായത് ഫർണിച്ചേഴ്സൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ട് അതായത് ഒരു റെനോവേഷൻ തന്നെ നടത്തണമെന്ന്. പക്ഷേ ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ച താൽക്കാലികമായിട്ടുള്ളൊരു ടെമ്പററി സെറ്റപ്പാണ് ഈ ഒരു റൂം മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മൊത്തത്തിൽ എന്തായാലും ഞാൻ ഉടനെ തന്നെ മാറ്റണം എന്ന് വിചാരിക്കേണ്ട. ഉടനെ അല്ല, ഇപ്പോൾ ഇത് മാറ്റിയതുകൊണ്ട് കുറച്ച് 1-2 മാസങ്ങളും കൂടെ കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഡേ എന്തായാലും ഇനി അതിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ബാക്കി മേക്ക് ഓവറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഫേർണിച്ചേഴ്സൊക്കെ ഓൾറെഡി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി കാര്യമായിട്ടുള്ളത് ഡെക്കോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഡെസ്ക് ഡെക്കോറാണ് ചെയ്യുന്നത്. ഈ ഒരു 13 വർഷം പഴക്കമുള്ള എൻ്റെ ഒരു ഡെസ്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് സാധനങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാറ്റാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഇതന്നെ മതി എന്നുള്ളത്. പിന്നെ ഇത് ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ചെയ്തതായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡെക്കോറിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പം എൻ്റെ കയ്യിലുള്ള ഓൾറെഡി ഞാൻ ഡെസ്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ആകെ വന്നിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിൻഡോ സൈഡിലായിരുന്നു നമ്മളെ ടേബിൾ ഏകദേശം ഒരു 3 വർഷത്തോളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഈ ഒരു കോർണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു വിൻഡോ സൈഡിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും കാലം അത് മാറ്റാണ്ടിരുന്നത്. ഇത് മാറ്റിയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ രസം ഉണ്ടാവുമോ മഴയൊക്കെ പെയ്യുമ്പോൾ എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വരുന്നത് അടിപൊളി ഫീൽ തന്നെയാണ്. ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ആ ഒരു ഡെസ്ക് മേക്ക് ഓവർ ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതന്ന് ചെയ്ത സമയത്ത് ഇത്ര പെട്ടെന്ന് അത് മാറ്റേണ്ട വരുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും ഇപ്പം ഈ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അത് ഇതുവരെ ഉള്ളതിന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന അതേ പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്പോട്ടൊന്ന് ചെറുതായിട്ട് മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഈ ഒരു ചുമരിൻ്റെ അടുത്തേക്ക് വെച്ചപ്പോഴാണ് ശരിക്കും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. പിന്നെ നമ്മളെ മുന്നത്തെ ഈ ഒരു പിൻബോർഡ് ഞാൻ അതുപോലെ ഈ ഒരു സൈഡിൽ യൂസ് ചെയ്യുകയാണ്. അത് മുന്നേ വാർഡ്രോബിൻ്റെ മുകളിലായിരുന്നു ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറേ അന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പോളറോയിഡ്സും പിന്നെ പോസ്റ്റ് കാർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു വാളിൻ്റെ സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അന്ന് ഞാൻ സെല്ലോ ടാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറിച്ചെടുത്തപ്പം കുറച്ച് ചുമരൊക്കെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ജേർണൽ കിറ്റിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ അത്ര വലിയ വിഷയം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് പോളറോയിഡ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആണ്. തൽക്കാലം ഇപ്പം അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വേറെ പോളറോയിഡ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മാറ്റിയിട്ട് സ്റ്റിക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതായത് എൻ്റെ പേഴ്സണൽ ഫോട്ടോസ്, ഫാമിലിയുടെ കൂടെയുള്ള ഫോട്ടോസ്, കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു റൂം മേക്ക് ഓവറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ പോസ്റ്റ് കാർഡ്സും പോളറോയിഡ്സും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വാളിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു വാൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് തന്നെ മാറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് ഈ ഒരു ടീ ടേബിൾ ഞാൻ ഈ ഒരു റൂമിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഏരിയ മൊത്തത്തിലൊന്നൊരു സ്റ്റഡി റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ചെയ്ത് മാറ്റാനാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് ഡെക്കോർ ഐറ്റംസും പ്ലാന്റ്സും നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഏരിയ മൊത്തം സ്റ്റഡി റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറേ സ്റ്റഡി മെറ്റീരിയൽസും ബുക്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ഇഷ്ടംപോലെ ബുക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിക്ക് തന്നെ ഈ ഒരു ടേബിളിൽ കൊള്ളുന്നുള്ളതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആ ഒരു വാളിൻ്റെ സൈഡിലും അതുപോലെ ആ ഒരു വാർഡ്രോബിൻ്റെ സൈഡിലൊക്കെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പം ചെയ്യുന്നില്ല, പിന്നെ ടൈം എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത്. മൊത്തത്തിലൊരു സ്റ്റുഡൻറ്റ് ഏരിയ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ പുറത്ത് പോയതിന് സമയത്ത്. അപ്പം അതൊക്കെയാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ. ഇനി അടുത്തത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഡെക്കോർ ചെയ്യാനായിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വാനിറ്റി ഏരിയ പോലെ സെറ്റപ്പ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ടേബിൾ പണ്ട് മുതലേ ഇവിടെ ഉള്ളതായിരുന്നു കേട്ടോ, ഈ ഒരു ഷെൽഫ്. അത് ഞാൻ ബുക്കൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയൊരു പ്ലാന്റും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഷെൽഫിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു അടിയിലേക്കായിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് വിചാരിക്കുന്നത്. ക്രാഫ്റ്റ് മാത്രമല്ല, സ്യൂയിങ്ങിൻ്റെ ഐറ്റംസ് അതുപോലെ ആർട്ട് ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് വിചാരിച്ചത്. ഇത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അച്ഛനെ കൊണ്ടൊന്ന് പെയിൻ്റ് അടുപ്പിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ വന്ന സ്ഥിതിക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് മറയ്ക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കോർ ചെയ്യാം. അതായത് ഒരു വാനിറ്റി ഏരിയ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഐറ്റംസാണ് അതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ കാണാൻ വേണ്ടിയിട്ടൊരു ഭംഗിക്കായിട്ട് ഈ ഒരു ഫ്ലവറും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഫുൾ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ആണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെൻ്റെ കയ്യിൽ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു ചെറിയ ലാമ്പാണ്. അത് ഇപ്പം കേട് വന്ന് പോയ സ്ഥിതിക്ക് അതൊന്ന് ജസ്റ്റ് എന്താ പറയുക ക്യാൻഡിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി അവസാനമായിട്ട് മിററും കൂടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുവാണ് എങ്ങനെയാണ് അതവിടെ സെറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടാണ് ഞാനതവിടെ ഹാങ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതൊരു എന്താ പറയുക ഒരു താൽക്കാലിക അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഒരു വാനിറ്റി സെറ്റപ്പാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ഭയങ്കര മേക്കപ്പ് സ്കിൻ കെയറിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് വലിയ വിഷയമില്ല. പിന്നെ ഈ സൈഡിലായിട്ട് ബാഗ് കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷെൽഫിൽ സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലാൻ മൊത്തം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു DIY പ്രോജക്റ്റ് കൊണ്ട് നിറയ്ക്കണം എന്നാണ്. പക്ഷേ തൽക്കാലം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനി ലാസ്റ്റായിട്ട് ഈ ഒരു റൂമിൽ ഫെയറി ലൈറ്റ് ആഡ് ചെയ്യണം. അപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ഫെയറി ലൈറ്റ് ആണിത്. അപ്പോൾ അത് ഒരു എന്താ പറയുക ബെഡിൻ്റെ സൈഡിലും ജനലിൻ്റെ സൈഡിലും ആ ഒരു സ്റ്റഡി ഏരിയയിലും മൊത്തത്തിലൊന്നും ആക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്.
ഈ ഒരു ചെറിയ റൂം ടൂർ തരാം. ഈ ഡോർ ഓപ്പൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കേട്ടോ കാണാനായിട്ടുള്ളത് ഈ റൂമിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഏരിയ ആണ്. എനിക്ക് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഠിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ വല്ലാണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലേക്കായിട്ട് ഇതുപോലെ കുറച്ച് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഹാങ്ങിങ്ങും അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് ഈ ഒരു ഡെസ്ക് ഏരിയ ആണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം മൊത്തം റൂം മേക്ക് ഓവറിൽ. പിന്നെ വാൾ സ്റ്റിക്കേഴ്സ് മൊത്തം ഒരു പർപ്പിൾ തീമാണ്. കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ ഒരു പർപ്പിൾ തീമിലുള്ള വാൾ സ്റ്റിക്കേഴ്സ് ആയിരുന്നു. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ മുകളിലുള്ള കാര്യങ്ങളും അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ പിൻട്രസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വാളിൽ മൊത്തം സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കുന്നത് കാണാറുണ്ട്. പക്ഷേങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റഡി ഏരിയേൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചൊരു ഡെക്കോർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്രിഞ്ചായി പോകുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഫൈനലി ഒരു ലുക്ക് വന്നപ്പം കാണാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ പ്ലാൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്ലാൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ ഈ ഒരു വിൻഡോ സൈഡിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഈ ഒരു വാളിൻ്റെ സൈഡിലും ബെഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു ചെറിയൊരു ഫയറി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നൈറ്റൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര കോസി ലുക്കായിരിക്കും ഫുൾ ഡാർക്ക്നെസ്സിൽ ഈ ഒരു ഫയറി ലൈറ്റ് ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്ത്. പിന്നെ ഈ ഒരു വാനിറ്റി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല. എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ചെറിയ പ്ലാന്റ് ഒക്കെ അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഗൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്ന സംഭവം ആദ്യം എൻ്റെ കയ്യിലുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നൈറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ആ ഒരു ക്യാൻഡിൽ ഹോൾഡറിൽ ചെറുതായിട്ട് ക്യാൻഡിലൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.